ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൺബോക്സിംഗ് ബൈ ഷെറിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും പാക്കേജ് കണ്ടപ്പോഴേ മനസ്സിലായി കാണും ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ളൊരു പ്രോഡക്റ്റാണ് ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണലായിട്ട് വീട്ടിലേക്ക് വേണ്ടി തന്നെ വാങ്ങിയൊരു പ്രോഡക്റ്റാണിത്. ഇത് നേരത്തെ ഇത്രയും വേറെ ബ്രാൻഡിൻ്റെ നമ്മൾ വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഫുൾ ആയതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് റേറ്റ് കുറവ് കണ്ടുകൊണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തത്. ആമസോണിലൊക്കെ നോക്കി അതിലും റേറ്റ് കുറവ് ഫ്ലിപ്കാർട്ടിലാണ് കിട്ടിയത്, അതുകൊണ്ടാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തത്. ഇത് ഒരു പ്ലാസ്റ്റിക് പാക്കേജിംഗ് ആണ് വന്നേക്കുന്നത്, വേറെ പ്രത്യേകിച്ച് ബോക്സിലോ കാര്യങ്ങളിലോ ഒന്നുമല്ല. നമുക്ക് ലാഗില്ല, നേരെ അൺബോക്സിങ്ങിലേക്ക് ഇറങ്ങാം. നമ്മുടെ നൈഫ് നമ്മുടെ ചാനലിൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 6:30ക്കാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. ഇല്ലാത്തവരാണ് വെള്ളിയാഴ്ച വൈകുന്നേരം 6:30 ആകുമ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഈ വാങ്ങുന്ന പ്രോഡക്റ്റുകളുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ വാങ്ങുന്ന ഈ പ്രോഡക്റ്റുകളുടെ എല്ലാം ഫോട്ടോസ്, കൈ കിട്ടിയിട്ടുള്ളതും സൈറ്റിൽ കിടക്കുന്ന ഫോട്ടോസും വീഡിയോയുടെ എൻഡിലായിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. പാക്കേജ് ഓപ്പൺ ആക്കുമ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു സാധനമാണിത്. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. കുഞ്ഞു കുഞ്ഞു പാക്കറ്റായിട്ടാണ് വന്നിരിക്കുന്നത്, പക്ഷേ ഇതാണ് നമുക്ക് ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത്. അപ്പം ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഫ്ലോജൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിൻ്റെയാണ്. ഇത്ര വേറൊരു ബ്രാൻഡിൻ്റെയാണ് നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഡ്രെയിനേജുകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇവിടെ നോക്കിയാൽ കാണാം, 1 ടൈം യൂസ് പാക്കേജ്, ഇൻസ്റ്റൻറ്റ് ഡ്രെയിൻ ക്ലീൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മെൽറ്റിംഗ് ഗ്രീസസ് ആൻഡ് ഹെയർ, മറ്റേ എണ്ണയും മുടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ആവും. ക്ലീൻസ് ബ്ലോക്ക്ഡ് ഡ്രെയിൻ പൈപ്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മണ്ടയ്ക്ക് നോക്കിയാൽ ഹെവി ഡ്യൂട്ടി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതെന്തോ എന്നുള്ളത് മനസ്സിലായില്ല, എനിക്ക് തോന്നുന്നു ക്വാളിറ്റി ഉള്ളതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഹെവി ഡ്യൂട്ടി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് നോക്കുവാണെങ്കിൽ ബ്രാൻഡിങ്, ഇൻസ്റ്റൻറ്റ് ഡ്രെയിൻ ക്ലീനിങ് കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ്റെ ഡീറ്റെയിൽസ്, അഡ്രസ്സ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ 50 ഗ്രാമാണ്, 50 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഇതിൻ്റെ 45 ഗ്രാം ഉള്ളതും പല പല ഗ്രാമുകളൊക്കെ ഉള്ളതുണ്ട്. അതേപോലെ തന്നെ ഇവിടെ പ്രൈസിൻ്റേതൊന്നും കൊടുത്തിട്ടില്ല. ബെസ്റ്റ് ബിഫോർ 36 മന്ത്സ് ഫ്രം മാനുഫാക്ചറിങ്, 36 മാസമുണ്ട് ഇതിൻ്റെ എക്സ്പയറി. അതേപോലെ തന്നെ താഴെ നോക്കിയാൽ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ്, നല്ല കാര്യം തന്നെയാണ്. ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ആദ്യമേ നമുക്ക് ഡ്രെയിനേജിലുള്ള വെള്ളം ഫുള്ള് ക്ലിയർ ചെയ്യുക. ഈ പാക്കറ്റിൽ ഒരെണ്ണം സിങ്കിലേക്ക് ഇടുക, 1 കപ്പ് വെള്ളം ഒഴിക്കുക, എന്നിട്ട് 30 മിനിറ്റ് അതിനെ റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുക. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യുക, അത്രേ ഉള്ളൂ. അത് അത്രേ ഉള്ളത്. യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്, ഞാൻ നേരത്തെ വാങ്ങിച്ചിരുന്ന പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഈ പൊടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു ഒരു 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 പുക ഇങ്ങനെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തെ കരിയുന്നതുകൊണ്ടായിരിക്കും ഒരു 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 ടോക്സിക് പോലെ ഒരു പുക വരാറുണ്ട്. ഒരു വല്ലാത്തൊരു മണമാണ്, നമ്മുടെ ശ്വാസം മുട്ടുന്ന പോലത്തെ ഒരു മണമുള്ളതാണ്. അതുപോലെ തന്നെ ഈ പൊടി ഇട്ട് ആ വെള്ളം ഇട്ടിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഈ സിങ്കൊക്കെ ചൂടാകുകയാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയാണ് ആ പുക വരുന്നത്. ആ സൈഡിലൊന്നും തൊടരുത്, കാരണം അത് ആ സൈഡൊക്കെ ചൂടാകുന്നുണ്ട്. പിന്നെ ഡയറക്റ്റ് ഹാൻഡ് കൊണ്ട് തൊടാതിരിക്കുന്നത് നല്ലതാണ്. ഈ പൊടി ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിലാണെങ്കിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ ഡയറക്റ്റ് കൈ തൊടാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം കയ്യിൽ തൊലിയൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട്, ചെറുതായിട്ടാണേലും പൊള്ളാനോ അല്ലെങ്കിൽ തൊലി പോകാനൊക്കെ ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ ഇത് ഒരിക്കലും മെറ്റലായിട്ടുള്ള സാധനങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ അകത്തൊക്കെ ഇടാം, അല്ലാതെ പാത്രങ്ങളൊക്കെ ഇത് വെച്ച് കഴുകാൻ നോക്കരുത്. കാരണം പാത്രങ്ങളുടെ അതുവരെ പൊടിഞ്ഞു പോകും, കാരണം അത്രയ്ക്ക് പവറുള്ള സാധനമാണിത്. ഞാൻ എന്നാലും വാങ്ങിച്ചത് അത്രയ്ക്ക് പവറുള്ളതായിരുന്നു. ഇത് അത്ര സെയിം തന്നെ ആയിരിക്കും, കാരണം ഡ്രെയിനേജൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടുള്ളതല്ലേ. കൊച്ചു പിള്ളേരുടെ കൈ കൊടുത്ത് യൂസ് ചെയ്യാതെ പേരൻസ് തന്നെ നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു പുക വരുന്ന കാര്യവും ഓർക്കുക, കാരണം ഒരു വല്ലാത്തൊരു ശ്വാസം മുട്ടിക്കുന്ന ഒരു മണമാണിത്. അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഡ്രെയിനേജ് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ജനലൊക്കെ തുറന്നിട്ടിട്ടൊക്കെ ചെയ്യുക, അതായിരിക്കും നല്ല. ഒരിക്കലും അടച്ചിടരുത്. പിന്നെ ഇവർ പറയുന്നത് മന്ത്ലി 1 പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്യുക എന്നാണ്. ജെയിംസും കോക്രോച്ചസിനെയും നശിപ്പിക്കാൻ നല്ലതാണ്. ഞാൻ മുമ്പ് പറഞ്ഞ തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഫിസിക്കൽ കോൺടാക്റ്റ്, നേരിട്ടുള്ള ബോഡി പാർട്ടുമായിട്ട് എന്തെങ്കിലും കോൺടാക്റ്റ് ആവണേ പെട്ടെന്ന് തന്നെ കൈ കഴുകണം, അല്ലെങ്കിൽ വാഷ് ചെയ്യണം എന്നുള്ളത് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. കീപ്പ് എവേ ഫ്രം ചിൽഡ്രൻസ്, ഇത് തന്നെയാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ഇത് വായിച്ചില്ലായിരുന്നു. ഇതും ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, പിള്ളേരുടെ കയ്യിൽ നിന്ന് മാറ്റി വെക്കണമെന്നാണ്. ഡ്രെയിൻ ക്ലീനർ വിൽ നോട്ട് ഡാമേജ് പൈപ്പ്, സിങ്ക്, ടാങ്ക്. ഡ്രെയിൻ ക്ലീനർ കാനോട്ട് യൂസ് ഫോർ ടോയ്ലറ്റ് യൂസ് ചെയ്തത്. അതേപോലെ തന്നെ സിങ്കുകളെ, അതാ ഞാൻ പറഞ്ഞ സ്റ്റെയിൻലെസ് സ്റ്റീൽ പോലത്തേതും പ്ലാസ്റ്റിക്കിലും ഒന്നും കുഴപ്പമില്ല. അല്ലാതുള്ള മെറ്റലുകൾ ഇത് യൂസ് ചെയ്യരുത്, കാരണം അത് പൊടിയാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടിയത് ഈ 10 ഞാൻ 10 ഉള്ള പാക്കറ്റാണ് വാങ്ങിച്ചത്. 1 2 3 4 5 6 7 8 9 10
ഈ 10 ഉള്ള പാക്കറ്റാണ് വാങ്ങിച്ചത്. പാക്കറ്റ് ഉള്ളതുകൊണ്ട് 20 പാക്കറ്റ് ഉള്ളതുകൊണ്ട് 17 പാക്കറ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ ലിങ്ക് നോക്കിയാൽ കാണാൻ പറ്റും. പല പല ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ഞാൻ 10 ഉള്ളത് വാങ്ങിയപ്പോഴത്തേക്ക് 100-നും 150-നും ഇടയ്ക്കായിട്ടുള്ള ഒരു പ്രൈസിലാണ് വന്നത്. ഒരെണ്ണത്തിൻ്റെ കോസ്റ്റ് നോക്കുവാണെങ്കിൽ ഒരു 10 രൂപ 15 രൂപ അകത്ത് ആ ഒരു റേഞ്ചിലാണ് വന്നേക്കുന്നത്, ഒരു പാക്കറ്റിന് വന്നേക്കുന്നത്. പിന്നെ 50 ഗ്രാം വെച്ച് 10 ആകുമ്പോഴത്തേക്ക് 500 ഗ്രാം ഉണ്ട് മൊത്തത്തിൽ. അതേപോലെ തന്നെ ഇത് ശബ്ദം കേട്ടാൽ മനസ്സിലാവുമായിരിക്കും. ഇതിൻ്റെ അകത്തൊരു പൗഡറായിട്ടാണ്, അല്ല ലിക്വിഡോ കാര്യങ്ങളോ ഒന്നുമില്ല, പൗഡറാണ്. ശബ്ദം കേൾക്കാമല്ലോ. അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നിയോണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ എടുത്തത്. ഇതാണ് ഓക്കെ. ഇതിൽ നോക്കിയാൽ മനസ്സിലാവും MRP 30 രൂപയാണ് എഴുതിയേക്കുന്നത്. നമുക്കൊരു 10-15 അകത്തുള്ള ഒരു റേഞ്ചിലാണ് നമുക്ക് ഒരു പാക്കറ്റ് കിട്ടിയേക്കുന്നത്. ഇതിൽ മാനുഫാക്ചറിങ് 12/2025 എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. അപ്പം 3 വർഷം വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ്. മറ്റൊരു പ്രോഡക്റ്റായിട്ട് നമുക്ക് അടുത്ത വില്ലേജ് വന്നേരം 6:30 അതിലേക്കും. താങ്ക് യു.